ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ബംഗ്ലാദേശികളെയും അവിടെ നിന്ന് അനധികൃതമായി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ആ കുടിയേറ്റക്കാരെയും നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു മാസീവായിട്ടുള്ള ഡ്രൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധം കനത്ത് വരികയാണ്. ബീഹാറിലാണ് പ്രധാനമായും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ബീഹാറിലെ 7.6 ലക്ഷം ഈ ആൾക്കാർ, അവർക്ക് വോട്ടർ ID പുതുക്കാനുള്ള യാതൊരു രേഖകളുമില്ല. അവർ ബംഗ്ലാദേശികളാണ്, അവർ റോഹിംഗ്യൻ മുസ്ലിംസ് ആണ്. അതുകൊണ്ട് തന്നെ 7.6 ലക്ഷം ബംഗ്ലാദേശികളും അനധികൃത കുടിയേറ്റക്കാരുമാണ് അവിടെ വോട്ടർ IDയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. പ്രധാനമായും 4 ജില്ലകളിൽ നിന്ന്. ഈ 4 ജില്ലകളും ബംഗ്ലാദേശും ബീഹാറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലത്തുള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ നിന്ന് അവർ പുറത്തായി. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമുണ്ടായി. സ്വാഭാവികമായിട്ടും ഇവരുടെ വോട്ട് കൊണ്ടാണ്, അതായത് ഈ അനധികൃതമായി വന്ന കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ടാണ് പ്രധാനമായും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും ബീഹാറിൽ ഈ ഒവൈസിയുടെ പാർട്ടിയും എല്ലാം പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ആൾക്കാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം നിലനിൽപ്പ് തന്നെ, അല്ലെങ്കിൽ അസ്തിത്വം തന്നെ വലിയ പ്രതിസന്ധിയിലായി പോകുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ വലിയ പ്രക്ഷോഭത്തിനിറങ്ങി. ആ പ്രക്ഷോഭത്തിനിറങ്ങിയ കൂട്ടത്തിൽ തേജസ്വി യാദവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് പറഞ്ഞത് എനിക്ക് 2 വോട്ടർ ID ഉണ്ടെന്നാണ്. ഈ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണെങ്കിലും അത് വലിയ പൊല്ലാപ്പായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേജസ്വി യാദവിനെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പോവുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വലിയൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ IDയിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് പുറത്താക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പെറ്റീഷനുമായിട്ട് പോയ ഒരു CPI MP ഉണ്ട്. ആ MP എന്ന് പറയുന്നത് സുധാമ പ്രസാദ് എന്നാണ് ആ MPയുടെ പേര്. ഈ സുധാമ പ്രസാദിനൊരു ഭാര്യയുണ്ട്. ഈ ഭാര്യ, അവർക്ക് 2 വോട്ടർ ID ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇയാൾ നാണം കെട്ടുപോയി. അവർക്ക് 2 വോട്ടർ ID ഉണ്ട്. ആ വോട്ടർ ID എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ ഇയാൾ പോകുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇയാൾക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ഇതായിരിക്കും. കാരണം ഇത് രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെടാവുന്ന ഒരു കുറ്റമാണ്. 2 വോട്ടർ ID ഉണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോൾ കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ CPI MP ഇപ്പോൾ കുടുങ്ങിയതോടുകൂടി, തേജസ്വി യാദവും ആക്സിഡൻ്റലി കുടുങ്ങിയതോടുകൂടി പല ആൾക്കാരും ജാഗരൂകമായി മുന്നേറാനാണ് ഈ വിഷയത്തിൽ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടൊരു വാക്ക് പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കരുത്. അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. 10 വട്ടം ചിന്തിച്ചിട്ട് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്നാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.